അങ്ങനെ നമ്മൾ ആലപ്പുഴ സീരീസിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ നേരെ ഫസ്റ്റ് പോയത് കയർ മ്യൂസിയത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വിട്ടു. അവിടെ ഇതാ നമ്മൾ KSRTC ബോട്ടിലേക്കാണ് അടുത്ത യാത്ര പോകുന്നത്. ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ പ്രൈവറ്റ് ബോട്ടിൽ പോയിട്ട് പൈസ വേണ്ടാന്ന് വിചാരിച്ചു. നമുക്ക് ആസ് യൂഷ്വൽ KSRTCൻ്റെ ബോട്ട് തന്നെ ഉണ്ട്. അതിൽ തന്നെ പോയ അടിപൊളി വൈബാണെന്ന് അറിയാം. അതുകൊണ്ട് അത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ 8:45 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 11:30 ആകുമ്പോൾ ഒരു ടൈമിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഡ്രൈവ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു 11:30 സമയത്തിനുള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഓൾറെഡി മുന്നേ വന്നുകൊണ്ട് ഏട്ടനെല്ലാം എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. ഇതെന്താണ് അതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴയിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സ്ഥലം തന്നെ ഓർമ്മയില്ല എവിടെയാണ്. നമ്മൾ ബസ്സിനല്ലേ പോയത്, അതുകൊണ്ട് എനിക്ക് തീരെ ഓർമ്മയില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആലപ്പുഴ ഫുള്ളായിട്ട് കണ്ടിട്ട് അങ്ങനെ വരുന്നത്. അപ്പം ആലപ്പുഴ നഗരസഭയിലെത്തിയിട്ട് അവിടെ തന്നെയാണ് നമ്മളെ KSRTCൻ്റെ ബോട്ട് ചിട്ടി വരുന്നത്. അപ്പം പിന്നെ അതുണ്ടാകുമ്പോൾ വേറെ ഒന്നിലും വെറുതെ പൈസ കൊടുത്ത് കയറണ്ടല്ലോ. അതിലാകെ നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് നമ്മളെ ആലപ്പുഴ ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏട്ടൻ ഓൾറെഡി കയറിയുണ്ട്. ഏട്ടൻ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി പോയിട്ട് പാർക്ക് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ പോകുന്നത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ KSRTCയും ബസ്സും എല്ലാം കൂടെ വന്നുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു റോഡായിരുന്നു ഇത്. ഇങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ടത്, പക്ഷേ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് നടന്നു വരണേ. അപ്പം ആലപ്പുഴയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിവിടെ ആലപ്പുഴയിലെത്തിയിട്ട് എനിക്ക് ആരെയും കാണാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു. തലേന്ന് തീരുമാനിക്കുക നാളെ ആലപ്പുഴയിലേക്ക് പോകാമെന്നുള്ള ഒറ്റ പ്ലാനിലായിരുന്നു. അതുകൊണ്ട് ആരോട് മെസ്സേജ് അയക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേര് ആലപ്പുഴയിലുള്ള ആൾക്കാർ എപ്പോഴും മെസ്സേജ് അയച്ച് പറയായിരുന്നു തക്കുടു ആലപ്പുഴയിൽ വരുമ്പോൾ പറയണേന്നൊക്കെ. പക്ഷേ എല്ലാ ആൾക്കാരോടും സോറി, ഇനി അടുത്ത വരവ് എന്തായിട്ടും വരാനുണ്ട്. ആ സമയത്ത് എല്ലാവരോടും മുൻകൂട്ടി പറഞ്ഞിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ KSRTC ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് PN പാർക്കിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് പോവാം കേട്ടോ. ബോട്ട് അവിടെ ഏത് സമയത്താണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച്. കണ്ടിന് എന്നാലും ഒരു പേടി. ക്യാമറ ഉള്ളത് നന്നായി കേട്ടോ. ക്യാമറ ഉണ്ടോ? അങ്ങനെ ഇതാ നമ്മൾ PN പാർക്കിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതെല്ലാം കാണിച്ച് ഷെൽട്ടർ ഉണ്ട് ഇവിടെ. 6 മണി മുതൽ 7:30 വരെ ഉണ്ട് കേട്ടോ ഈ PN പാർക്ക്. തൊട്ട് നമ്മൾ KSRTC ബോട്ട് ചെട്ടീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരും ഇത്. ഈ ഒരു സ്ഥലം പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാമല്ലോ. അപ്പം നമ്മളിതാ KSRTC ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് താഴെയാണ്, അത് അങ്ങോട്ടാണ് ബോട്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ ഒന്നൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിൽ നിന്ന് ഇങ്ങനെ കുറേ കുഞ്ഞു പ്രൈവറ്റ് ബോട്ട്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഇഷ്ടംപോലെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ബോട്ട് വേണോ എന്നൊക്കെ. പക്ഷെ നമ്മൾ KSRTC ബോട്ടിൽ പോവുക അങ്ങനെ ചുറ്റിക്കറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മറ്റേ ബോട്ടിൽ ഫാമിലിയായിട്ട് വരുമ്പോൾ അടിപൊളി. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ, അപ്പം വന്നിട്ട് പോകുന്നത്. അപ്പം KSRTC ബോട്ടാണ് ലാഭവും ധാരാളം. അപ്പം കുറേ ആൾക്കാർ എല്ലാവരും നമ്മൾ ഫാമിലി ഫുൾ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലേ. ഫുഡൊക്കെ ഉണ്ടാവും അവിടെ. ഇവർ പാക്കേജ് പോലെ ചെയ്തരല്ലേ. കുഞ്ഞു തോണിയൊക്കെ ഉണ്ട്. പിന്നെ ബോട്ട് ഇതൊക്കെ നോർമൽ കുഞ്ഞു ബോട്ട്സ് കേട്ടോ. ഭയങ്കര വലിയ ഹൗസ് ബോട്ട്സ് അങ്ങനെയല്ല, കുഞ്ഞു ബോട്ട്സ് ആണ്. എന്നാ അങ്ങനെ ഇതാ KSRTC ബോട്ട് വരുന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയില്ല, അതിൻ്റെ സൈഡിലോട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങി. അപ്പോൾ 2-3 ബോട്ടൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിട്ട് കേട്ടോ. നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സീറ്റുള്ള ബോട്ടിൽ പോകണോ ഞങ്ങൾ സ്ഥലത്തേക്കുള്ള ബോട്ടിൽ അതേതാണ് എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ യൂസ്ഡ് ഒന്നുമില്ല. ലഗേജിന് ഒറ്റൊരോട്ടം ഏകദേശം ഒരു
3-4 മാസമായി തോന്നുന്നു അഗേട്ടൻ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. അതായത് 3-4 മാസം മുന്നേ വന്നതായിരുന്നു. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ബോട്ടൊന്നും ഏതാണെന്ന് അറിഞ്ഞൂടാ, ഏത് സമയത്താണ് ഉള്ളതെന്ന് അറിഞ്ഞൂടാ. നല്ല ചൂടാണ്. ഞങ്ങൾ കുറച്ച് വെള്ളം വാങ്ങിച്ച് കുടിച്ച് വേറെ തന്നെ വാങ്ങുകയും ചെയ്തിട്ട് ബാഗിൽ സേഫാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതാ ആലപ്പുഴ, നെടുമുടി അങ്ങനെയൊക്കെ ബോട്ടുണ്ട്. പിന്നെ കോട്ടയത്തേക്ക് പോകുന്ന ബോട്ടുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ബോട്ടുണ്ട്, അതായത് സൂപ്പർ എക്സ്പ്രസ് ബോട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. കാരണം പണ്ട് എറണാകുളത്ത് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറേ വർഷത്തിന് ശേഷം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നാറുണ്ട് എപ്പോഴും. ആലപ്പുഴയിലേക്ക് മെയിനായിട്ട് വരണം എന്ന് വിചാരിച്ച ഒറ്റൊരു കാര്യം ഈ ബോട്ട് സവാരി ആട്ടോ. പ്രൈവറ്റ് ബോട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ KSRTCയിലോ അല്ലെങ്കിൽ വേറെ ഹൗസ് ബോട്ടിലൊക്കെ പിന്നെ കയറുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് മനസ്സിലിരിപ്പുണ്ടായത്. ഇപ്പം അതിനുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇതിനെങ്കിലും ഇങ്ങനെ ആലപ്പുഴ ഒന്ന് കറങ്ങാനും വെള്ളത്തിലൂടെ ഇതാക്കാനും ഒക്കെ പണ്ടത്തെ എറണാകുളം പോയൊരു വൈബ് തിരിച്ചു കിട്ടണം തോന്നിയിട്ട് ഒറ്റ ഉദ്ദേശത്തോടെയാണ് ആലപ്പുഴയിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കാത്തുനിന്നു, ഏകദേശം ഒരു 12:30 വരെ കാത്തുനിന്നു. അപ്പോഴാണ് ഞങ്ങളെ ബോട്ട് വന്നത് കേട്ടോ. കൈനഗിരിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, 2-3 സീറ്റ് ഫുള്ളായിട്ട് കാലിയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സീറ്റിലും ഓരോ ആളായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറകിൽ ആദ്യം ഇരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ വിചാരിച്ചു അയ്യോ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടൂല എന്ന് വെച്ചിട്ട് മുന്നിൽ വന്നിരുന്നു. ഒരു മുന്നിൽ ഒരു ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ട് ഞാനും ആ ചേട്ടനും കൂടി ഇരുന്ന്, ആ ചേച്ചി എവിടെയോ ഇറങ്ങേണ്ടതാണ് പോലും. അപ്പോൾ കുറേ സാധനമെല്ലാം ഉണ്ടായിരുന്നു ചേച്ചിക്ക്, അതുകൊണ്ട് ചേച്ചി പുറമേ ആയിട്ടേ ഇരുന്നത്. ഞങ്ങൾ എന്നിട്ട് ഉള്ളോട്ട് ഡോറിൻ്റെ, അതായത് വിൻഡോ സീറ്റ് പോലെ അവിടെ ഇരുന്ന് കേട്ടോ. അന്ന് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പോയെ? ഇതേപോലെ തന്നെ ഈ സമയം നേരത്തെ എത്തിനോ? നമ്മൾ 11:30-11:45 ബോട്ടിന് ഞാൻ ബോർഡ് ശ്രദ്ധിച്ചില്ല. ലോക്കൽ ബോട്ടാണെങ്കിൽ എല്ലാവരും നിർത്തിയിട്ടാണ് മറ്റേത് സൂപ്പർ എക്സ്പ്രസ്. നമ്മുടെ കണ്ണൂരിലല്ലേ വിദേശ ദൂരമുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക്? 8 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ ബൈ റോഡ് ബസ്. പക്ഷേ വെള്ളത്തിലോട്ട് പോകുമ്പോൾ ഇച്ചിരിയും കൂടെ സമയം എടുക്കുമല്ലോ. ഇനി അങ്ങോട്ട് കാണുന്നത് മുഴുവനും ഞങ്ങളെ കൈനഗിരി വരെയുള്ള യാത്രയാണ് കേട്ടോ. നല്ല അടിപൊളി ബോട്ടിലെ യാത്ര, KSRTC ബോട്ടിലെ യാത്രയാണ് മുഴുവനായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അത്ര മനോഹരമായിരുന്നു ആലപ്പുഴ. ഇതുവരെ കാണാത്തതുകൊണ്ടും നമ്മൾ സിനിമയിൽ മാത്രമൊക്കെയല്ലേ ആലപ്പുഴ കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ആലപ്പുഴയിൽ ഇതുവരെ വരാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ്, അതായത് KSRTC ബോട്ടിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമോ, അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ വൈബ് എന്തായിട്ടും കിട്ടും.
അപ്പോൾ ഇതാ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഭയങ്കര അതിമനോഹരമായ ഒരു യാത്രയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വന്ന വഴികളൊക്കെ അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ കുറേ പേരൊക്കെ പോയത്, അപ്പോൾ കുറച്ച് പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ. ഇവിടെ ഇത് നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഒരു 110 ആൾക്കാരൊക്കെ കൊള്ളും കേട്ടോ. 110 ആൾക്കാരൊക്കെ ഉള്ളൂന്ന് അവിടെ എഴുതിയിട്ടുണ്ടായത്. അങ്ങനെ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ആലപ്പുഴ ആസ്വദിക്കണം. അതും ഏറ്റവും ലോ ബഡ്ജറ്റിൽ 24 രൂപ ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ടുള്ള ഇത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടും. അപ്പോൾ അത് അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലപ്പുഴ ടൗണിൽ വരെ KSRTC ബോട്ടിന് അവിടെ കയറുക. നേരെ KSRTC ബോട്ട് ഉണ്ടാവും. ലോക്കൽ ബോട്ടിൽ കയറണം കേട്ടോ. മറ്റേ എക്സ്പ്രസ് ബോട്ടൊക്കെ കേട്ടോ, അതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ചില സ്പീഡിലെത്തും. ലോക്കൽ ബോട്ടിൽ കയറി നിങ്ങൾക്ക് മെല്ലെ 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 ആസ്വദിച്ച് എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഹൗസ് ബോട്ട്സും തിരഞ്ഞെടുക്കാം. പക്ഷേ ഈ ഒരു KSRTC ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ സാധാരണക്കാരെ പോലെ ഇങ്ങനെ പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങിയെന്ന് അയ്യേട്ടന് ഓൾറെഡി വന്നോണ്ട് അയ്യേട്ടൻ നല്ല അറിയാം. ഞാൻ ഒന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ലെവലാവട്ടെ എന്ന്
ഇതിന് പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാട്ടുപെട്ടി. നിങ്ങൾ ഇതിൽ തന്നെ എവിടെ കയറിയിരുന്നെ? ഇതേ സ്ഥലത്ത് തന്നെ. ലൈറ്റ് ഉണ്ടാവൂല്ലേ? ഷാപ്പാണ് ഇത്. മറ്റേ 5 സ്റ്റാർ ഹോട്ടലല്ല. ഫാൻ ഉണ്ടാവും എന്തായിട്ട്. എൻ്റെ ഫോണിൽ ചാർജ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് തോന്നുന്നു. നമുക്ക് ചാർജ് കുത്തി വെക്കാം. ഉണ്ട്. ഷാപ്പിലാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷാപ്പിൽ വരുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ നല്ല ഹെവി ആയിട്ട് കഴിക്കും. രാവിലെ ഒരു പ്ലെയിൻ ദോശ കഴിച്ചതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് കഴിക്കാം. വേറെ ആരുമില്ല. അപ്പുറത്തൊക്കെ കുറച്ച് ലൈറ്റുള്ള ഏരിയാസ് ഉണ്ട്. ഇവിടെ കുറച്ച് ഇങ്ങനെയുള്ള ഏരിയ ആണ്. അതായത് ഇരുട്ട് മൂടിയ ഏരിയ ആണ്. എന്നാലും കുഴപ്പമില്ല. ലൈറ്റ് ഉണ്ടല്ലോ, കണ്ണട വെച്ചിട്ട്. വേണ്ട വേണ്ട. പുള്ളിയെടുത്തോണ്ടെന്നുള്ളതിന് മറ്റേ പോലെ വാലാണ്. കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കുമോ? നമ്മളപ്പം നല്ല വെള്ളയപ്പവും പിന്നെ പറയാട്ടോ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെയാ. ആണോ? സാമ്പത്തികം ചേട്ടൻ നമ്മുടെ പേരൊന്നും കൂടെ ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതേ സ്ഥലത്ത് തന്നെ. പറഞ്ഞിട്ടുണ്ട്. നല്ല കൊടമ്പുളിയിട്ട എന്ത് കറിയടാ? ആറ്റുവാള. അപ്പൊ നമ്മള് ചട്ടിച്ചോറ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചട്ടിച്ചോറ്. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്, മെഴുക്ക് പുരട്ടിയുണ്ട്, അച്ചാറുണ്ട്, കൊണ്ടാട്ടമുണ്ട്, വറവുണ്ട്, നമ്മളെ ചമ്മന്തി, ഒരു പപ്പടവും ചോറും. നല്ല അടിപൊളി. അതേപോലെ തന്നെ അരിയായിട്ടിന് നല്ല വാള വറ്റിച്ചതും നമ്മളെ വെള്ളയപ്പവും എല്ലാം ഉണ്ട്. തൽക്കാലം ഇത്രയും പറഞ്ഞിട്ടില്ല. ഇനി ബാക്കി വിശപ്പുണ്ടെങ്കിൽ ബാക്കി കൂടെ പറയാം. അടിപൊളി എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ലോണം വിശന്നിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അങ്ങനെ ഒരു സാധനം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അടുത്ത സാധനത്തിന് ഓർഡർ ചെയ്ത് കേട്ടോ. നമ്മുടെ പാൽ കപ്പയും ഞണ്ട് റോസ്റ്റും. ആദ്യമായിട്ടാണ് ഞാൻ പാൽ കപ്പ കഴിക്കാൻ പോകുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഞണ്ട് റോസ്റ്റ് കുറേ വർഷങ്ങളായി ഞണ്ട് കഴിച്ചിട്ട്. അതും കുറേ കാലത്തിന് ശേഷം കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. അങ്ങനെ നാളെയും മറ്റന്നാളേക്ക് ലീവല്ലേ, അപ്പോൾ അവർ കയറിയപ്പോൾ പറഞ്ഞ് നല്ല തിരക്കായിരിക്കും. നമ്മൾ വേറൊരു അടുത്ത് പോകാമെന്നല്ലേ ആദ്യം വിചാരിച്ച്. അവിടെ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ബോട്ട് ബുക്കിംഗ് ആയിരുന്നു. ഫുൾ ഒരു 10-20 ആൾ ഒരുമിച്ച് വരുന്ന സെറ്റപ്പാണ്. ബോട്ട് അറ്റാച്ച് മീൻസ് പുഴയിൽ നേരെ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും. ആ സൈഡിലായിരിക്കും അല്ലേ? അങ്ങനെയല്ല, അവരൊരു നമ്മളൊരു പാക്കേജ് പോലെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഷാപ്പിൽ കുടിക്കാൻ മാത്രമുള്ള സെറ്റപ്പ് അല്ലല്ലോ. എത്ര ഫാമിലി ആൾക്കാർ. അടിപൊളി ഫുഡാണ്. പക്ഷേ എരിവ് ഞാൻ വിചാരിച്ചു പോയില്ല. എനിക്ക് നമ്മളങ്ങോട്ട് ഭയങ്കര എരിവായിരിക്കും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എരിവ് വളരെ അല്ലേ കുറവാണ്. അങ്ങനെ തന്നെ തോന്നിയത്. ഉള്ളോട്ടെ നമുക്ക് ബൈക്ക് വെച്ചപ്പോഴത്തേക്ക് എളുപ്പത്തിൽ ബസ് കയറി പോകാനൊക്കെ ഇതാണ് അടുത്ത്. പുള്ളീനെ എനിക്ക് അറിയാം. ഏട്ടനും ഇവിടെ തന്നെ വന്നത്. അതായത് എബിയേട്ടനും സിദ്ധാർത്ഥേട്ടനും എല്ലാവരും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഇവിടെ തന്നെ സെയിം ഇവിടെ തന്നെ എല്ലാ ലൊക്കേഷനും ഇവിടെ തന്നെയായിരുന്നു. എന്നാൽ അടിപൊളി ഫുഡല്ലാന്ന്. പക്ഷേ
എരിവ് വളരെ കുറവാണ്. നമുക്കെല്ലാം നമ്മളെ നാട്ടിലെല്ലാം ഇനിയും കാട്ടി എരിവിലൂടെ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് ബൈക്ക് വെച്ചെടുത്തേക്ക് പോകുന്നത് ആലപ്പുഴയിലേക്ക്. ആ, ബോട്ടിനല്ലേ? അത് ആവശ്യമില്ലപ്പ. ഓക്കെ, ഇനി നമുക്ക് അവിടെ എത്തിയിട്ട്, അതായത് ബസ്സിൽ കയറുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, എത്തി. എവിടെയായിരുന്നു? കാനറ ബാങ്കിന്റെ സൈഡിലോട്ടല്ലേ? ബസ്സിൽ എത്ര പെട്ടെന്ന് എത്തിയല്ലേ? പക്ഷെ വേഗം എത്തിയോ തോന്നി. കുറേ നാളായി ബോട്ടിൽ കയറിയിട്ട്. അതായത് പണ്ട് സ്വപ്ന ചെറിയമ്മേൻ്റെ അടുത്ത് ഉണ്ടായ സമയത്താണ് നമ്മൾ ഇതുപോലെ ബോട്ടിന് വീട്ടിലേക്ക് പോക്ക്. അവരെ വീട്ടിലെ ബോട്ടിനല്ലാണ്ട് പോകാനേ പറ്റൂലല്ലോ. ആ, ഗവൺമെന്റ് ബോട്ട് ഇതുപോലെ തന്നെ. ആ, അതിന് ശേഷം കുറേ കാലത്തിന് ശേഷം ഇപ്പം പിന്നെയും വണ്ടി കൊടുത്തു. ബില്ലൊന്നും കാണിക്കണ്ടല്ലോ ആ ചേട്ടന്. ആ, ഹെൽമെറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമായിരിക്കും. ക്യാമറയിലുണ്ടെന്ന് പറഞ്ഞു. ഊഞ്ഞാല് നോക്കടാ, ഊഞ്ഞാല് ഇട്ടിട്ട്. വേണ്ട വേണ്ട, നടന്നു പോയില്ലേ? ഊഞ്ഞാലുണ്ട് കേട്ടാ. ഷോ, ആ ടിപ്പർ ഞാൻ ഒന്ന് ആടുവരും. എങ്ങനെ എടുക്കും? എല്ലാം സേഫ്. ഇനി ആലപ്പുഴയിൽ വരുമ്പോൾ ഈടെ ഈ കാനറ ബാങ്കിൻ്റെ ഈടെ എല്ലാവർക്കും പാർക്ക് ചെയ്യാം അല്ലേ? വണ്ടി എടുത്ത് വരുന്നുണ്ടെങ്കിൽ അല്ല KSRTC പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും. ആ, അറിയാത്തവരോട് പറഞ്ഞതാ. ആ, അതാ സൂപ്പർ തന്നെ. ഇനി നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് തീരുമാനിച്ചിട്ട് ഇനി ആടെ എത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ ആ, വഴിയെ എല്ലാ വിശേഷങ്ങളും പറയാം.
നമ്മൾ എവിടെ എത്തിയേക്കിട്ടാ? ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ ബീച്ച്. ആദ്യം നമ്മൾ ലൈറ്റ് ഹൗസിൽ പോകാൻ വിചാരിച്ചു, എന്നിട്ട് ബീച്ചിൽ പോകും. സമയം 4 മണിയാണ് കേട്ടോ. നമ്മുടെ മക്ക ടൈമിംഗ് ആണല്ലേ കേട്ടാ. അതൊന്നല്ല, ഞാനും അവാർഡാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഫുഡ് കഴിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റെല്ലാം എടുക്കണ്ടേ, അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് വരാമെന്നുള്ള വിചാരിച്ചിട്ട്. എന്നാലും നമ്മുടെ ടൈമിങ് അടിപൊളി തന്നെയാണ്. ഈ ലൈറ്റ് ഹൗസിൽ വേഗം കയറി ഇറങ്ങുക. ഇനി ബീച്ചിലും ഈ ഒരു ഭയങ്കര വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ, നല്ല പൊട്ടി പൊരിയുന്ന വെയിലുണ്ട്. ഇഷ്ടം പോലെ ആളും ഉണ്ട്. 4 മണിയായിട്ടും നല്ല ആൾക്കാരും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. അടുത്ത തവണ അടിപൊളിയായിട്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ 1% അങ്ങനെ ആവുന്നില്ല, ഇഷ്ടം പോലെ കാണാനുണ്ട്. ഉണ്ട്, പക്ഷെ നമുക്ക് വരാമല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം മൺഡേ അല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അപ്പം ഇത്രേ പറ്റുള്ളൂ ഏകദേശം. പിന്നെ ഇനിയും ഉള്ളോട്ടേക്ക് പോയാലല്ലേ ഇതാവുള്ളൂ. അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട്, റീലിലും വീഡിയോസിലും. പിന്നെ കൂട്ടുകാരന്മാർ പോയതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ട് ഇവിടെ, പ്രജിത് സാർ. എനിക്ക് സാറിനോട് സാറിൻ്റെ വീട്ടിലേക്ക് പോവാം, അപ്പം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടാം. അപ്പം റെയിൽവേ ക്രോസ് ചെയ്യാണ്ട്, അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. തണലുള്ളതുകൊണ്ട് ഇവിടെ വെക്കാൻ വിചാരിച്ച്. അപ്പം നമുക്കിനി ആടെ എത്തിയിട്ട് കാണാം. ഓക്കെ. പറയാൻ പറ്റില്ല, മാറിപ്പോയതായിരിക്കും പുള്ളിക്ക്. അയ്യോ, ഫോട്ടോ എടുക്കുന്നുണ്ട്. എത്രയാ ടോട്ടൽ? 10 രൂപയുടെ ഫോട്ടോ എടുക്കാം. വേഗം ഇറങ്ങാൻ പറയും.
അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ കയറി ഇറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു ലൈറ്റ് ഹൗസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ണൂരത്തേനെയും കാട്ടിയും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്, നല്ല രസമുണ്ട്. അധികം വെയിൽ കൊള്ളുന്നില്ല. വെയിലുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയായി. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ മ്യൂസിയത്തിലേക്ക് വന്നു കേട്ടോ. മ്യൂസിയം ആസ് യൂഷ്വൽ നമ്മൾ കണ്ണൂരൊക്കെ ഉള്ള സെയിം ടൈപ്പ് ഓഫ്, പക്ഷെ ഒരു കുഞ്ഞു മ്യൂസിയം കേട്ടോ. കണ്ണൂർ കുറച്ചും കൂടെ വലിയ മ്യൂസിയമാണ്. നമ്മൾ പണ്ട് ലൈറ്റ് ഹൗസിൽ പോയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പോയവർക്ക് മനസ്സിലാവുമായിരിക്കും എത്ര കുഞ്ഞു മ്യൂസിയമാണ് ഈ കാണുന്നത് എന്ന്. അതിലുള്ള കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്, പക്ഷേ അവിടെ ഇല്ലാത്ത കുറേ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലേ. അപ്പം നല്ലതായിരുന്നു, നല്ലൊരു മ്യൂസിയമായിരുന്നു. കുഞ്ഞ് ഭയങ്കര പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റുന്നൊരു മ്യൂസിയമായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ വെച്ച് അതിലും കൂടെ ഇറങ്ങിയിട്ട് അല്ലേ അതിലും കൂടെ കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസൊക്കെ ഫുള്ളും കണ്ടു കേട്ടോ. ഇവിടെ ചെറിയ പാർക്കും ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര കുഞ്ഞി ഏരിയ അല്ലേ നമ്മുടെ നാട്ടിൽ. ചെറിയൊരു സ്ഥലം, പക്ഷെ മുകളിൽ ഇരിക്കാനൊക്കെ സ്ഥലമുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു.
തിരക്ക് ഇന്ന് ലീവായി. ആ ലീവായോണ്ട് ശരിയാ. ചെറിയൊരു പാർക്ക്. ചെറുക്കനൊക്കെ വീണു അവിടെ നോക്കി. അകേട്ടാ അതൊക്കെ അറിയാതെ. ഓ ഭാഗ്യം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. എനക്കറിയില്ലല്ലോ ഇത് തുടക്കാൻ പാടില്ല. ഞങ്ങൾക്ക് വണ്ടീനെ കുറിച്ചൊന്നും അറിയില്ല. ആ ഇനി നമ്മൾ നേരെ ബീച്ച് അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാ. ചൂടായാലും നല്ല തണുത്ത കാറ്റുണ്ട്. അതാണ് ഏറ്റവും വലിയ സമാധാനം. നല്ല തിരക്കായിട്ടുണ്ടാവും. കുറച്ചും കൂടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നല്ല തിരക്കായിട്ടുണ്ടാവും. ആ ആദ്യമായിട്ട് വരുന്നല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. യൂ തിരക്കോക്കറ. ഒന്നാമത് പണിയെടുക്കുന്നുമുണ്ട്. കുറേ കടകളുണ്ട്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല ആൾക്കാരുണ്ട്. ലീവന്നെ ഇഷ്ടം പോലെ. ഭയങ്കര ഓണാന്ന് കടകളെല്ലാം. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. കണ്ണട വെച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല, തൊപ്പിയുള്ളതുകൊണ്ടും വലിയ കുഴപ്പമില്ല കേട്ടാ. ചൂടുണ്ട് നല്ലോണം, പക്ഷേ ഈ കണ്ണടയും തൊപ്പിയുള്ളതുകൊണ്ട് കുറച്ച് സമാധാനം. ആൾക്കാർ കുടയൊക്കെ പിടിച്ചിട്ടായിരിക്കും കാണിച്ചറാട്ടാ. അങ്ങനെ നമ്മൾ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല വെയിലുകൊണ്ട് ഇവിടെ ഇരിക്കും. കുറച്ച് സമയം ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്നതാണ്. കണ്ണായിട്ട് നോക്കണം, അങ്ങനെയും നോക്കാൻ പറ്റും. ഇനി നോക്കിയേട്ടെ, നമ്മളിന്ന് ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കണ്ണട കേട്ടോ. നോക്കിയേട്ടെ. നല്ലോണം കേറുന്നുണ്ട് കേട്ടാ. ആരാ പറഞ്ഞേ കടലമ്മ ഒന്ന് നല്ല തരാവുന്നു. ഇത് രണ്ട് തര, ഒരു തര വരാനുണ്ട് ഇപ്പം വന്ന പോലെ. നീ അവിടെ പോയി നിൽക്കുന്ന വേണ്ട. അങ്ങനെ നമ്മൾ എന്താ ആലപ്പുഴ വൺ ഡേ ട്രിപ്പ് അല്ലേ, ആലപ്പുഴ വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ബീച്ചിലൊക്കെ വന്ന് ആദ്യം നമ്മൾ കയർ മ്യൂസിയത്തിൽ പോയി, അത് കഴിഞ്ഞിട്ട് KSRTC ബോട്ടിൽ പോയി ഫുൾ കറങ്ങി, അത് കഴിഞ്ഞിട്ട് കള്ളിഷാപ്പ് പോയി ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ലൈറ്റ് ഹൗസിൽ പോയി, ഇത് അവസാനം ബീച്ചിലും വന്നു. അപ്പം ഒരു കുഞ്ഞ് ഒരു എന്താ ഡേ ട്രിപ്പായിരുന്നു, ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. അപ്പം ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴേ കംപ്ലീറ്റ്
അതായത് ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ചും കൂടി എൻജോയബിൾ ആവും. നമ്മൾ മാത്രം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേ റിസോർട്ട് സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാ ഒരു രസം സുഖം ഉണ്ടാവില്ല. പിന്നെ നാളെ പൂജയല്ലേ, അപ്പോൾ നാളെ അമ്പലത്തിലെല്ലാം പോകാനുണ്ട്. അതുകൊണ്ട് പിന്നെ വൺ ഡേ ട്രിപ്പ് എടുത്തത്. അപ്പം നമ്മൾ ആലപ്പുഴ സീരീസ് വൺ ഡേ ട്രിപ്പിൻ്റെത് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ഇറ്റ്സ് ബൈ ഫ്രം ആതിരക്കൽ. ബൈ ബൈ.